നമുക്കൊന്നൊരു ഉള്ളിവട ഉണ്ടാക്കിയാലോ? ചിക്കൻ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. സ്കൂളിൽ വിട്ട് വരുന്ന കുട്ടികൾക്ക് കൊടുത്താൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഓല മുന്നിൽ നമുക്ക് സ്റ്റാർ ആവുകയും ചെയ്യാം. അപ്പോൾ ഓലിയായിരിക്കും ചിക്കൻ ഉള്ളിവട അടിപൊളിയാണല്ലോ, അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിക്കുന്ന നേരം നമുക്ക് പറഞ്ഞു കൊടുക്കണ്ടേ. വായോ നമുക്കതിലേക്ക് പോവാം. ഒരു 3 സവാള നൈസായി അരിഞ്ഞത്, 250 ചിക്കൻ, എല്ലില്ലാത്ത ചിക്കനാണ്. അതേപോലെ തന്നെ മല്ലിച്ചപ്പ്, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി. ഒരു പാത്രത്തിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇടുക, അതിലേക്ക് കറിവേപ്പില ഇടുക, അതിലേക്ക് പച്ചമുളക് ഇടുക, അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചി ഇടുക. കുനുകുന അരിഞ്ഞ ഇഞ്ചിയാണ്. അതിലേക്ക് മല്ലിച്ചപ്പ് ഇടുക. മല്ലിച്ചപ്പ് ഇട്ടതിന് ശേഷം അതിലേക്ക് ഈ ചിക്കൻ അതേപോലെ തന്നെ ചെറുതായി അരിഞ്ഞു വെച്ച ചിക്കൻ ഇടുക. ചിക്കൻ ഇട്ടതിന് ശേഷം അതിലേക്ക് സുഖമില്ലാന്ന്, നല്ല പനിയായിരുന്നു, നമുക്ക് ഒരു അരിപ്പൊടി ഇടാം. അരിപ്പൊടി എന്ന് വെച്ചാൽ ഞാനൊരു ചെറിയൊരു കൊണ്ടുള്ള സ്പൂണാണ് എടുത്തത്. അതിലുള്ള 1.5 സ്പൂണാണ് ഞാനിട്ട്. അപ്പോൾ അതേപോലെ തന്നെ അതേ ഇതിൽ തന്നെ അതിൽ ഫുള്ളും 5 സ്പൂണിൻ്റെ അതിൽ തന്നെ രീതിയിൽ മൈദപ്പൊടി ഇടാം. അരിപ്പൊടി ഫസ്റ്റ് ഇടുക, അതിന് ശേഷം അതിലേക്ക് 2 സ്പൂണ് ഇതിവിടെ മൈദപ്പൊടി ഇടുക. അതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി നിങ്ങളെ ഈ ചിക്കന് ഇതെല്ലാം ഉള്ളീൻ്റെ സൈസിനനുസരിച്ചിട്ടുള്ള അരിപ്പൊടിയും ഈ മൈദ ഇട്ടാൽ മതി കേട്ടോ. എനിക്ക് ഇത്ര ക്വാണ്ടിറ്റി വേണമായിരുന്നു, അതുകൊണ്ട് ഞാൻ അത്ര ഇട്ടത്. അതേപോലെ തന്നെ 1.5 ടീസ്പൂണ് മുളക് പൊടി ഇടാം. ശരി നിന്നോട്ടെ, ചിക്കനൊക്കെ ഇട്ടല്ലേ. അതേപോലെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇടാം. അതിനുശേഷം അതിലേക്ക് ഉപ്പ് ഇടുക. പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് എല്ലാം ഒന്ന് മിക്സാക്കുക എന്ന് വെച്ചാൽ നല്ലോണം ഞെരടണം കേട്ടോ. കൈ കൊണ്ട് നല്ലോണം ഞെരടിക്കോ. ഉള്ളിയുമെന്നുള്ള ആ വെള്ളം വരണം. ഉള്ളിയുമെന്ന് ചിക്കനും എല്ലാം കൂടി ഒന്ന് മിക്സ് ആകണം കേട്ടോ. ഫുള്ളു മസാലകളും ഈ മൈദയും അരിപ്പൊടിയും എല്ലാ മസാലകളും, ഞാനിട്ട 3 മസാലകളും ഈ വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി, കറിവേപ്പില, അതൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് മിക്സായി നല്ല രീതിയിൽ നല്ലോണം കുഴക്കുക. കുഴച്ചതിന് ശേഷം അത് പിന്നെ വെള്ളം വന്നോട്ടെ കേട്ടോ. എല്ലായിടത്തും ഒന്ന് മസാല പിടിക്കുന്ന രീതിയിലാണ് കുഴക്കേണ്ടത്. അതിന് ശേഷം അതിലേക്ക് നമുക്ക് എന്താക്കുക, കുറച്ച് വെള്ളമൊക്കെ എല്ലാം സെറ്റായെന്ന് കണ്ട അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നാൽ ഇതെന്താവും, നമുക്ക് നുള്ളിയിട്ട് പൊരിക്കാനുള്ളൊരു പാകത്തിലേക്ക് ആവുള്ളൂ വെള്ളം ഒഴിച്ചാൽ. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് ഇതേപോലെ തന്നെ വരടി കഴിഞ്ഞാൽ ഒന്ന് മിക്സായി വരും. എല്ലാം ഒന്ന് നമുക്ക് നുള്ളിയിട്ട് പൊരിക്കാനുള്ളൊരു പാകമായിട്ട് വരും. ഇതേപോലെ ആയി വരും. ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കാരണം മസാലകളെല്ലാം ഒന്ന് ഇറങ്ങി, ഉള്ളിയിൽ നിന്ന് വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങിന്ന് അതിൻ്റെ വെള്ളമെല്ലാം നല്ല രസം ഉണ്ടാവും. അതിൻ്റെ മസാലകളൊക്കെ കൂട്ടിയായി നല്ല ഉള്ളിയിൽ നിന്ന് വെള്ളം ഇറങ്ങിയാൽ തന്നെ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ എന്താക്കിയ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക. റെസ്റ്റ് ചെയ്യുന്ന നേരം കൊണ്ട് നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക. അടുപ്പത്ത് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഫുള്ള് ഇതിൽ തന്നെ നിന്നോട്ടെ, ഹാഫിലാക്കണ്ട, അങ്ങനെ സിമ്മിലാക്കണ്ട. തീ ഫുള്ളിൽ തന്നെ നിന്നോട്ടെ. അല്ലാണ്ട് സിമ്മിലാക്കിയാൽ ഉള്ളിയെല്ലാം വേർവിട്ട് പോകും. എന്നിട്ട് മറിച്ചിട്ടതിന് ശേഷം എന്താക്കാം, നമുക്ക് സിമ്മിലാക്കിയിട്ട് ഉള്ളി വേവിച്ചെടുക്കുക. എന്നാൽ ഇങ്ങനെ നല്ല എന്താ പറയുക, ഞെരിഞ്ഞരേ നിൽക്കുകയുള്ളൂ, നല്ല അടിപൊളിയായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് എന്തായാലും ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ എന്തുണ്ടെങ്കിലും അത് എനിക്ക് നിങ്ങൾ കമൻറ്റിൽ കൂടെ അറിയിക്കണം. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒക്കെ. എന്നാലേ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഇത് കിട്ടുള്ളൂ. മുന്നോട്ട് ഇത് വീഡിയോസ് കൊണ്ടുപോകണമെങ്കിൽ, ഞാൻ തുടക്കക്കാരിയാനെ കൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും എനിക്ക് വേണം. സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ, പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന, അതും ദയവ് ചെയ്തിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക പ്ലീസ് എന്നെ. അപ്പോൾ ഇത് കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും, മുതിർന്നവർക്കും ഇഷ്ടപ്പെടും, പിന്നെ വിരുന്നുകാർക്കും ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ നിങ്ങളൊന്ന് ഇതൊന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് പറയണേ. ഓക്കെ, ബൈ.